അല്പം സമയത്തിന് വേണ്ടി യാചിക്കുന്ന സംഭവം ഖുർആൻ പറയുന്നുണ്ട്. വഹും യസ്തരിഖൂന ഫീഹാ, നരകത്തിൽ അവരെ അട്ടഹാസിക്കുകയാണ്. എന്താണ് പറയുന്നതെന്നറിയോ? റബ്ബനാ അഖ്റിജ്നാ, അല്ലാഹുവേ ഞങ്ങളെ ഈ നരകത്തിൽ നിന്ന് നീ ഒന്ന് പുറത്താക്കിട്ടാ, എന്നാൽ നഅമൽ സ്വാലിഹാ, ഞങ്ങൾ ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യാം, നമുക്ക് സമയം ലഭിച്ചിട്ടില്ല. ഞങ്ങളെ നരകത്തിൽ നിന്ന് നീ ഒന്ന് പുറത്താക്കി തന്നാൽ ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്തിട്ട് ഞങ്ങൾ നല്ലവരായി ഞങ്ങൾക്ക് മാറാൻ കഴിയും, ഞങ്ങൾ നല്ലവരായി മാറിക്കൊള്ളാം എന്ന് അല്ലാഹുവിനോട് പറയുമ്പോൾ അല്ലാഹു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അതാണ് ഞാൻ ആദ്യം ഓതിയ ആയത്ത്. അവലം നുഅമ്മിറുകും മാ യതദക്കറു ഫീഹി മൻ തദക്കറ, ചിന്തിക്കേണ്ടവരല്ല, ചിന്താശക്തിയുള്ളവർ ചിന്തിച്ച് മനസ്സിലാക്കാനുള്ള ആയുസ് നിനക്ക് ഞാൻ തന്നിട്ടില്ലയോ? പിന്നെ എന്തുകൊണ്ടാണ് നീ ചിന്തിച്ചിട്ട് സ്വലയായ പ്രവർത്തനങ്ങൾ ചെയ്യാത്തത്? വജാഅകും നദീർ, നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്ന ആളുകളെ ഞാൻ അയച്ചിട്ടില്ലയോ? പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങൾ നന്നാകാത്തത്? നരകത്തിൽ നിന്ന് അവരെ പുറത്താക്കുകയില്ല, അവർക്ക് സമയം നൽകുകയില്ല, അവർക്ക് നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള അവസരം നിഷേധിക്കുകയാണ്. ഖുർആൻ പറയുന്നുണ്ട്, വദൂഖൂ ഫമാ ലിൽസാലിമീന മിൻ നസീർ, അക്രമികളായ ആളുകൾക്ക് ഒരു സഹായവുമില്ല, സഹായിക്കുന്നവരില്ല. നാളെ ആഖിറത്തിൽ പോയി ഖേദിക്കുന്നതിന് പകരം, മരണസമയത്ത് ഖേദിക്കുന്നതിന് പകരം മരണത്തിന് മുമ്പുള്ള അവസരങ്ങൾ ഉപയോഗപ്പെടുത്തണം. അല്ലാഹു നമുക്കതിന് തൗഫീഖ് നൽകട്ടെ. മഹാന്മാരായ ആളുകൾ പറയുന്നുണ്ട്, ഈ ഭൂമിയിൽ നീനുണ്ടാകുമ്പോൾ നീ എന്താണ് ചെയ്യേണ്ടത്? അന്തല്ലദീ വലദത്ക ഉമ്മുക ബാക്കിയാ, നിന്റെ ഉമ്മ നിന്നെ പ്രസവിക്കുമ്പോൾ നീ ഒന്നും അറിയാതെ നിന്റെ കയ്യിന്റെ രണ്ട് കൈയും മുഷ്ടിപ്പിടിച്ച് നീ കരയുകയായിരുന്നു. ഉമ്മ പ്രസവിക്കുമ്പോൾ അല്ലെ അത് കരഞ്ഞില്ലെങ്കിൽ പ്രശ്നമാണ്. ഡോക്ടർമാർ പലപ്പോഴും കുഞ്ഞ് കരഞ്ഞില്ലേ, നീ കരയുകയാണ്, രണ്ട് മുഷ്ടിം ചുരുട്ടി പിടിച്ച് കരയുകയാണ്. വന്നാസ് ഹൗലക യദ്ഹകൂന സുറൂറാ, നിന്റെ കുടുംബാംഗങ്ങള് സന്തോഷത്തോടെ ഞങ്ങൾക്കൊരു മോന് വന്ന് അല്ലെങ്കിൽ അനുജന് വന്ന് അവരിങ്ങനെ സന്തോഷിക്കുകയാണ്, ആഹ്ലാദ പ്രകടനം നടത്തുകയാണ്, അവർ മധുര വിതരണം ചെയ്യുകയാണ്. പക്ഷേ അവർ ചിരിക്കുമ്പോൾ നീ കരയുകയായിരുന്നു. എന്നാൽ മോനെ, ഇനി ഒരു സമയം വരാനുണ്ട്, നിന്റെ മരണസമയമാണ്. അവരെല്ലാം ചുറ്റുമിരുന്ന് കരയുകയാണ്, എന്റെ വാപ്പ വിട പറയുകയാണ്, അല്ലെങ്കിൽ എന്റെ ഉമ്മ യാത്ര പോവുകയാണ്, എന്റെ ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യ ജ്യേഷ്ഠാനുജന്മാർ ഞങ്ങളെ വിട്ടു പോവുകയാണ്, മക്കൾ കരയുകയാണ്. എല്ലാവരും ചുറ്റുമിരുന്ന് കരയുന്ന സമയത്ത് നിന്റെ മരണസമയത്ത് ചുറ്റുമുള്ളവരെല്ലാം കരയുന്ന ഒരു രംഗമുണ്ട് മോനെ. ആ സമയത്ത് സ്വർഗം കണ്ട് പുഞ്ചിരിച്ച് വിട പറയാനാണ് നിനക്ക് സാധിക്കേണ്ടത്. അതിനുവേണ്ടിയാണ് ഈ ലോകത്തിന് അധ്വാനിക്കേണ്ടത്. ഈ കരയുമ്പോൾ അവർ ചിരിച്ചവരാണ്, എന്നാൽ അവർ കരയുമ്പോൾ നിനക്ക് ചിരിച്ചുകൊണ്ട് സ്വർഗം കണ്ട് ഞാനിതാ യാത്ര പോവുകയാണ് എന്ന് അബൂ ഹാമിദ് അൽ ഗസാലി റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ പറയാൻ അങ്ങനെയുള്ള മരണത്തിന് നിനക്ക് സാധിക്കണം. അതിനു വേണ്ടിയാണ് നീ ഈ ലോകത്ത് അധ്വാനിക്കേണ്ടത്, പ്രവർത്തിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു